LKG UKG 1ാം ക്ലാസ്സിലെയും കുട്ടികൾ കൂടി ഒരു ടൂർ പോയി കണ്ണൂരിലുള്ളൊരു പാർക്കിലേക്ക്. കണ്ണൂരിൽ പാർക്ക് പോയപ്പോൾ അവർ ആ ഊഞ്ഞാലാടിയും വെള്ളത്തിൽ കളിച്ചുമൊക്കെ സന്തോഷപരമായി ജീവിച്ചപ്പോൾ സെക്യൂരിറ്റി നോക്കുമ്പോൾ ഒരു പെൺകുട്ടീനെ 3-4 ആൺകുട്ടികൾ കൂടി വെള്ളത്തിൽ മുക്കി പിടിച്ചിരിക്കുന്നു. കുട്ടി ഗുളുഗുളു എന്ന് പറഞ്ഞ് മുക്കി ഇങ്ങനെ മരണപ്പടച്ചിൽ പടക്കുമ്പോൾ സെക്യൂരിറ്റി കണ്ടി ഓടി വന്നിട്ട് കുട്ടിയെ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് കുട്ടിയുടെ വയറ്റിലുള്ള വെള്ളമൊക്കെ പുറത്താക്കി കുട്ടിക്ക് ജീവശ്വാസം നൽകി കുട്ടി ജീവിച്ചു എന്ന് ഉറപ്പുവരുത്തിയപ്പോൾ ആ സെക്യൂരിറ്റി ഈ 4 ആൺകുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ എന്ത് കളിയാടാ കളിക്കുന്നത്? ആ കുട്ടി മരിച്ചു പോയിരുന്നുവെങ്കിൽ നിങ്ങൾ എന്താ കണ്ടത്? നിങ്ങളെ കളിയെല്ലാം പായ്യാരക്കളിയാണോന്നൊക്കെ ഞങ്ങളെ ഭാഷയിൽ ചോദിച്ചപ്പോൾ ആ 4 ആൺകുട്ടികൾ സെക്യൂരിറ്റിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞൊരു വർത്തമാനമുണ്ട്. സെക്യൂരിറ്റി, കളിക്കാൻ വേണ്ടിയല്ല ഞങ്ങൾ ഈ പെൺകുട്ടിയെ മുക്കി പിടിച്ചത്, കൊല്ലാൻ വേണ്ടി തന്നെയാണ്. സെക്യൂരിറ്റി ഞെട്ടിപ്പോയി. സെക്യൂരിറ്റി ആൺകുട്ടികളോട് ചോദിച്ചു, അല്ല കുട്ടികളെ, എന്തിനാണ് ഈ ചെറിയ കുട്ടീനെ മുക്കിക്കൊല്ലാൻ ശ്രമിച്ചതെന്ന് ചോദിച്ചപ്പോൾ ആ 4 ആൺകുട്ടികളിൽ ഒരു ആൺകുട്ടി മാറി നിന്ന് മറ്റേ 3 ആൺകുട്ടിയും ഈ സെക്യൂരിറ്റിയോട് പറഞ്ഞത് എന്താണെന്നറിയോ? സെക്യൂരിറ്റി, അതാണ് ഞങ്ങളുടെ ബോസ്. 1ാം ക്ലാസ്സിൽ ബോസ്. ആ ബോസ് 2 മാസം മുമ്പേ ഈ UKGയിലെ പെൺകുട്ടി ഇങ്ങനെ നടന്നു വരുമ്പോൾ ഈ പെൺകുട്ടിയോട് വല്ലാത്ത ഇഷ്ടം തോന്നി ബോസിന്. ബോസ് അപ്പം തന്നെ ഈ പെൺകുട്ടിയോട് പറഞ്ഞു, ഐ ലവ് യു ഡി. പെൺകുട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, പോടാ പട്ടി. ആ ബോസ് തകർന്നു പോയി എന്നായി 3 എണ്ണം പറഞ്ഞത്. ഞങ്ങളെ ബോസ് തകർന്നു പോയി. അന്ന് വൈകിട്ട് ബോസും കൂട്ടാളികളും യോഗം വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, സെക്യൂരിറ്റി, അന്ന് ഞങ്ങൾ യോഗത്തിലെടുത്ത തീരുമാനമാ ആ പെൺകുട്ടീനെ സ്കെച്ചിട്ട് വെച്ചതാ അന്ന്. ഉമ്മമാർ മറന്നോണ്ടാ. സ്കെച്ച് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നിങ്ങളെ സ്കെച്ച് പെൻസിലല്ല, കൊട്ടേഷൻ കൊടുത്ത് കൊല്ലാൻ തീരുമാനിച്ചു എന്ന് 1ാം ക്ലാസ്സിലെ ചെക്കന്മാർ. പ്രണയത്തിൻ്റെ പേരിൽ, പ്രണയം നിരസിച്ചതിൻ്റെ പേരിൽ, UKG പ്രണയം നിരസിച്ചതിൻ്റെ പേരിൽ 1ാം ക്ലാസ്സിലെ കുട്ടി ഒരു ചെക്കനെ പെണ്ണിനെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ അത് മരിക്കാത്തത് കൊണ്ടാണ് കേരളത്തിൽ വാർത്തയാവാതിരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായോ? എനിക്ക് വീണ്ടും ടെൻഷൻ ഉണ്ടായി. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പാഞ്ഞു. എൻ്റെ ഇളയ മോൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ അവൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ട് അവനോട് വേണ്ടാ ഇങ്ങോട്ട് വാടാ. അവൻ ചോദിച്ചു ഞാൻ ചോദിച്ചു, മോനെ നിനക്ക് പ്രണയമുണ്ടോ? ഞാൻ വിചാരിച്ചില്ല അച്ഛാ, അച്ഛൻ്റെ മോനല്ലേ അച്ഛാ, എനക്കങ്ങനെ പ്രണയിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ വിചാരിച്ചത് അങ്ങനെ തന്നെയല്ലേ? പക്ഷെ എൻ്റെ മോൻ എന്നൊരൊറ്റ നോട്ടാണ് ഇങ്ങനെ. ഞാൻ വിചാരിച്ച് ആലോചിക്കുക എന്ന ഉത്തരം. ഓൻ പറഞ്ഞു, ശ്രമിക്കുന്നുണ്ട്. രാമുവിനായി, വിഷ്ണുവിനായി, രാജുവിനായി, മുഹമ്മദിനായി, ആയിഷയ്ക്ക് മുമ്പേ ആയി ഞാൻ ശ്രമിക്കുകയാണ് അച്ഛാ.